വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതുതായി തുടങ്ങിയിട്ടൊരു ചാനലല്ലേ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിന്ന് ഓണത്തിന് ഇടാനായിട്ടുള്ള ഒരു ഡ്രസ്സാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അതും നമ്മുടെ വീട്ടിലൊക്കെ ആരും യൂസ് ചെയ്യാതിരിക്കുന്ന മുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സെറ്റ് സാരി അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുക്കുന്നത് ഒരു കസവും മുണ്ടാണ്. ഞാൻ ലൈനിങ് എടുത്ത് 2 മീറ്റർ ലൈനിങ് ആണ് കേട്ടോ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഈ മെറ്റീരിയലിന് വളരെ കനം കുറവായിരിക്കും, അപ്പോൾ പെട്ടെന്ന് അത് നമുക്ക് നിഴലടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 മീറ്റർ ലൈനിങ് കൂടെ അതിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈനിങ് പോർഷൻ ഞാൻ ആദ്യം തന്നെ വെട്ടി മാറ്റി വെച്ചു. അതിനുശേഷം 4ആയിട്ട് നമ്മുടെ മുണ്ടിനെ മടക്കി ഇട്ടതിന് ശേഷം ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും വെട്ടി മാറ്റി. അതിനുശേഷം ഫ്രണ്ട് നെക്ക് വി നെക്കും ബാക്ക് നെക്ക് യു നെക്കുമാണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത്. ശേഷം നമ്മൾ അതിൻ്റെ അടിയിലേക്ക് ഒരു ഫ്രില്ല് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായി 11 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മുടെ ഫ്രില്ലിനുള്ള പോർഷൻ കസവ് വരുന്ന ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. എന്നാൽ കുറച്ചുകൂടി ഒന്ന് ഭംഗിയാവാൻ വേണ്ടിയിട്ട് അതിൽ കൂടെ ഞാനൊരു ചെറുതായിട്ടൊരു ഡ്രോയിങ് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ പെൻസിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ഇത് വരച്ചെടുക്കുന്നത്. കാരണം വൈറ്റ് മെറ്റീരിയൽ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് വേറെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് നന്നായിട്ടൊന്നും എനിക്ക് വരയ്ക്കാൻ അറിയില്ല, എന്നാൽ കഴിയുന്ന പോലെ ഞാനത് മനോഹരമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ കൈവശം ഉണ്ടായിരിക്കുന്ന ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാനതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു എന്താ പറയുക, ഒരു പിങ്ക് കളറും റെഡും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഞാൻ ഫ്ലവറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ തണ്ടിനും ഇലയ്ക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു നോർമൽ ഒരു പാരറ്റ് ഗ്രീനും ഒരു ഡാർക്കായിട്ടുള്ള ഒരു ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ബാക്കി രണ്ടും കൂടി ഞാനൊന്ന് ചെയ്തെടുക്കുന്നത്. എല്ലാവർക്കും ഇതുപോലെ തന്നെ വരച്ച് അതുപോലെ തന്നെ പെയിൻറ്റൊക്കെ ചെയ്ത് വീട്ടിലുള്ള പഴയ മെറ്റീരിയൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ ഉണ്ടോ കസവ് സാരിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഓണത്തിനൊന്നും എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ നമുക്ക് പുതിയ ഡ്രസ്സൊന്നും വാങ്ങിച്ച്, കാരണം അത് ഒരു ദിവസം മാത്രം യൂസ് ചെയ്യുന്നില്ല, ഇടാൻ ചിലപ്പോൾ പറ്റിയൊന്നുമില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ലവർ നമ്മൾ വരച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് കുറച്ചുകൂടി ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് 3D ലൈനർ കൊണ്ട്, അത് ഗോൾഡൻ കളറുള്ള 3D ലൈനർ കൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഔട്ട്ലൈനൊക്കെ നമ്മളൊന്ന് വരച്ച് കൊടുക്കുന്നത്. ഇനി ശേഷം കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അത് ഉണങ്ങി കിട്ടണ്ടേ, ഉണങ്ങി കിട്ടിയാൽ മാത്രമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മഴയും വെയിലും ഇങ്ങനെ എന്താ പറയുക വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഉണങ്ങിക്കിട്ടാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. 1-2 മണിക്കൂർ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി. നന്നായി ഉണങ്ങി കഴിഞ്ഞു, നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി. നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തു, ഷോൾഡറും എല്ലാം വേഗം തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. കാരണം എപ്പോഴും വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സുകളെല്ലാം ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് മാക്സിമം യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് എളുപ്പമാണ്. അങ്ങനെ വേഗം നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് അതിന് എന്താ പറയുക സൈഡ് പോർഷനും അതുപോലെ ഹാൻഡും ഒക്കെ നമ്മൾ കൂട്ടിച്ചേർത്തു കേട്ടോ. പിന്നെ ഇനി അടിയിൽ വരുന്ന എലൈൻ ടോപ്പിൻ്റെ താഴ്ഭാഗം വരുന്ന ആ ഫ്രില്ല് കൂടി നമ്മളിപ്പോൾ ഇങ്ങനെ ഞെറി ഇട്ടുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഞെറിയിട്ട കഴിഞ്ഞു, നമ്മുടെ ഡ്രസ്സ് ഫുൾ ഫിനിഷ് ചെയ്തു. ഇതാണ് കേട്ടോ അതിൻ്റെ ലാസ്റ്റുള്ള ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരെയും സപ്പോർട്ടും സഹകരണം വേണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് കാണും വരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.